Hi dear friends, welcome back to my channel Amazing Secrets of Beauty. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് പരിപ്പ് കറിയാണ്. അതിനുവേണ്ടി ചെറുപയർ നന്നായിട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഇനി അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ, 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 1/4 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് അരപ്പിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയർ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന പയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഈ അരച്ചു വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് തിളച്ചു മറിയാൻ പാടില്ല. അതുകൊണ്ട് ഇതിന്റെ കൂടെ നിന്ന് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ചെറിയൊരു ബബിള് വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ആദ്യമേ താളിക്കാതെ അവസാനം വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അന്നേരം കുറച്ച് കറിവേപ്പില, വറ്റൽമുളകും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് താളിച്ചതിൽ ഒഴിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും വളരെ സ്വാദിഷ്ടമാണ്. പണ്ടുള്ള കാലത്ത് ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കറിയായിട്ട് എടുക്കാറുണ്ട്. അതും വളരെ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ചെറുപയർ കൊണ്ട് പരിപ്പ് കറി തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.